കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു വീണാണ് അപകടം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്ഥലത്ത് ആവശ്യത്തിന് വീതിയില്ലാത്തതും ബാരിക്കേഡുകൾ വേണ്ട രീതിയിലൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്നുമൊക്കെ നാട്ടുകാർ പരാതിയായി പറഞ്ഞു. ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക്. അത് ഇതിന്റെ മുന്നേ ഇവിടെ നേരത്തെ ഒരാൾ ഇവിടെ നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു. അത് രാവിലെ വരുന്ന സമയത്ത് വീണിട്ട് അയാൾ ഇപ്പോഴും വാരിയെല്ലാം ഒടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കാരണം ഇത് ആ റോഡ് സ്ട്രെയിറ്റ് ആണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് ആണ് എടുത്തിട്ട് വേണം മറ്റേ റോഡിലോട്ട് പോകാൻ. അതും കൂടിയാണ് വരുന്നത്. ഇവിടെ ഒരു റിബൺ വെച്ച് കെട്ടുകയാണ് ചെയ്യാറുള്ളത്. അത് റിബൺ വെച്ച് കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പലപ്പോഴും ഇവർക്ക് ഈ മതിയായ ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ ലൈറ്റ് എന്നൊരു സാധനം ഇവിടെ ഇല്ല. പക്ഷേ ഇത് രാവിലെ 7 മണിക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഇന്ത്യക്കാരാണ് ഇത് കാണുന്ന സംഭവം. ഞാനവിടെ സ്കൂളിൽ കുട്ടീനെ കൊണ്ടുപോകാൻ പോയി വരുമ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഒരു 3-4 ആൾ കൂടിക്കുന്നത്. അങ്ങനെയാണ് സംഭവം ഇവിടെ കിടക്കുന്നപ്പോൾ ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലങ്ങൾ ഈ ഒരു ശ്രദ്ധിക്കാതെ കാരണമാണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരാതിയുണ്ട് ഇതിനെപ്പറ്റി. ഞങ്ങളൊരു ആക്ഷൻ കൗൺസിലൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറേ മീറ്റിംഗ് നടന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട്. കാരണം ഇവിടെ ഒരു ഇതുമില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലോറി അവിടെ കയറിപ്പോയി. കാരണം പലതും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാണത്. കാരണം പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ വർക്ക് എടുക്കുന്ന ആൾക്കാർ അവർക്ക് ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കും ചെയ്യണമെങ്കിൽ ആരും ഉണ്ടാവില്ല. ഒരു ബന്ധപ്പെട്ട ഒരാളും ഇവിടെ കാണില്ല, ഒരു ജോലി എടുക്കും. അതൊരു വലിയ ന്യൂനത തന്നെയാണ്. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരും. അതിനു മുമ്പ് ദിവിഷ്, ഇത് നോക്കൂ, ഇപ്പം പാത പണിയുന്ന സമയത്ത് അശാസ്ത്രീയതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ പോലും അത് വിലക്കെടുക്കാത്ത സാഹചര്യം. അതിന്റെ പേരിൽ എത്ര ഇരകളാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. എന്നാൽ പെൺകുട്ടികൾ ലോറി മറിഞ്ഞ് മരിക്കുമ്പോഴും ഇതേ ആരോപണങ്ങൾ നാട്ടുകാർ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പരിഹാരം കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ പ്രത്യേകിച്ചും റോഡ് പണിയുന്ന സമയത്ത് വേണ്ട രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ആളുകൾക്ക് ഒരു റിബൺ കെട്ടിയെന്നുണ്ട്. നമുക്കറിയാം, പലയിടത്തും റോഡ് പണി നടക്കുമ്പോൾ കയറ് കെട്ടിയ ആളുകൾ മരിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി ആളുകളെ ബോധിപ്പിക്കുന്ന ആളുകൾക്ക് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് അറിയിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇല്ല എന്ന് കഷ്ടമാണ്. അപ്പോൾ രാഹുൽ, എനിക്ക് തോന്നുന്നു ഒരു ഡെലിവറി ഏജന്റാണ് അല്ലെ ആ യുവാവ് എന്ന് തോന്നുന്നു. കഷ്ടമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നാട്ടുകാരുടെ പരാതി നമ്മൾ കേട്ടു. ഇപ്പോൾ ആരാണ് ഈ മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നാട്ടുകാർ ഈ പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലും വിശദീകരണമോ പ്രതികരണമോ ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, യുവാവിൻ്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ അപകട സ്ഥലത്ത് നിന്ന് ബൈക്ക് ഉയർത്തി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചത് ആരാണെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നില്ല. കാരണം യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് 2 തിരിച്ചറിയൽ രേഖകൾ കിട്ടിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന് ഉമ്മളത്തൂർ സ്വദേശിയുടേതായ ഒരു മേൽവിലാസമാണ്, രണ്ടാമത്തേത് എലത്തൂർ സ്വദേശിയുടേതാണ്. അതുകൊണ്ട് ചെറിയൊരു ആശയക്കുഴപ്പം, ഇങ്ങനെ സംശയം നിലനിൽക്കുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എങ്കിൽ തന്നെ ഈ ഉമ്മളത്തൂർ സ്വദേശിയുടെ മേൽവിലാസത്തിൽ പോലീസ് ബന്ധപ്പെട്ട സമയത്ത് ആ യുവാവ് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ഉള്ളൊരു വിവരം പോലീസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എലത്തൂർ സ്വദേശിയെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുമില്ല എന്നതാണ്. ഏതായാലും രാത്രി 1:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ദേശീയപാത കടന്നു പോകുന്നു. ആ റോഡിന് കുറുകെയായി കുന്നമംഗലം ഭാഗത്തേക്കൊക്കെ പോകുന്ന ബൈപ്പാസാണ്. ദേശീയപാതയുടെ നവീകരണ പ്രവൃത്തി നടന്നു വരുന്ന സ്ഥലമാണ്. താഴ്ചയിലുള്ളൊരു കാനയാണ്. ആ കാനയിലേക്കാണ്, വെള്ളക്കെട്ടിലേക്കാണ് ബൈക്ക് മറിയുന്നത്. നേരെ ചെന്ന് നിയന്ത്രണം നഷ്ടമായി കാനയിലേക്ക് വീണു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റു തട്ടലിൻ്റെയോ മുട്ടലിൻ്റെയോ പാടുകളൊന്നും തന്നെ ഇല്ല. വീഴുന്നതിന് തൊട്ട് മുമ്പായി അവിടെ ഒരു പൈപ്പുണ്ട് ജലവിതരണത്തിനായുള്ള. അതിൽ ചെറിയൊരു തട്ടലുണ്ടായി. അതുകൊണ്ട് ഈ ബൈക്കിൻ്റെ വലതുഭാഗത്ത് ചെറിയൊരു തട്ടലുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ടോ അതോ ഈ കാനയിൽ വീണുള്ള മരണമാണോ? എങ്ങനെയാണ് നമുക്ക് ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് രാഹുൽ? കാനയിൽ വീണുള്ള മരണം തന്നെയാണ്. ഏതായാലും അവിടെ ഈ മൃതദേഹം വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് ആളുകൾ കാണുന്നത്. രാത്രി 1:30 കൂടിയാണ് അപകടം ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സ്വിഗ്ഗിയുടെ ഭക്ഷണ വിതരണക്കാരനാണ് ഓർഡർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി അത് ഡെലിവറിക്കായി പോകുന്ന സമയത്താണ് 1:30 കൂടി ഇതിൻ്റെ ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ട്രാക്ക് ഓഫായി എന്നാണ് സ്വിഗ്ഗിയുടെ അധികൃതർ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ 1:30 കൂടി അപകടം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ 7 മണിയോടുകൂടി നാട്ടുകാരാണ് മൃതദേഹം കാണുന്നത്. പിന്നീട് പോലീസിനെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ നടക്കും. അപ്പോൾ തന്നെ ഈ വാഹനം ഉയർത്തി അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തെ സംബന്ധിച്ച് സ്ഥിരം ഒരു അപകട കേന്ദ്രമാണ്. പരാതികൾ നിരവധി തവണ പറഞ്ഞിട്ടും അധികൃതർ അത് അവഗണിച്ചു തള്ളുക മാത്രമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസി തന്നെ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അതായത് പ്രദേശവാസി തന്നെ അവിടെ അപകടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ബൈക്കുമായി പോകുന്നു, കാനയിലേക്ക് വീഴുകയും വാരിയലിന് പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഒരു അവസ്ഥയുമാണ്. ഇരുട്ട്
ആയിക്കഴിഞ്ഞാൽ മതിയായ വെളിച്ചം ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. പരാതി സ്വിഗ്ഗിയുടെ ഒരു ഏജന്റ് ആണെങ്കിൽ അവർക്ക് ആളെ തിരിച്ചറിയേണ്ടതല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പോലീസിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് രേഖ കിട്ടിയതിൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണമായിരിക്കും. ഒരു മരണവിവരമായതുകൊണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള ഒരു കാലതാമസമായിരിക്കാം. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ സ്വിഗ്ഗിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയാൽ ആളെ ഏകദേശം ഉറപ്പിക്കാവുന്നതാണ് അല്ലേ രാഹുലെ? തീർച്ചയായും ദിവിഷ, അതായത് രണ്ട് തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായതാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഒന്ന് ഉമ്മളത്തൂർ സ്വദേശിയുടേതാണ് ഞാൻ പറഞ്ഞതുപോലെ, രണ്ടാമത്തേത് എലത്തൂർ സ്വദേശിയുടേതാണ്. അതിൽ ഉമ്മളത്തൂർ സ്വദേശിയുടെ ഈ മേൽവിലാസത്തിൽ പോലീസ് വിളിച്ചു ബന്ധപ്പെട്ട സമയത്ത് അതിലുള്ള ആ തിരിച്ചറിയൽ രേഖയിലെ മേൽവിലാസത്തിലുള്ള യുവാവ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ആൾ തന്നെയാണോ ഇത് എന്ന് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. സാധ്യതകൾ അത് തന്നെയാണെന്ന് പറയാം, പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ മരണമായതുകൊണ്ട് പൂർണ്ണമായി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് നൽകാൻ കഴിയുക. അതുകൊണ്ടുള്ള കാലതാമസമാണെന്ന് രണ്ട് രേഖയിലും ചിത്രങ്ങൾ ഒന്ന് തന്നെയല്ല, രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ ഈ അപകടമുണ്ടായി ഇങ്ങനെ മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്ന ഒരു മൃതദേഹം കൂടിയാണ്. അതുകൊണ്ട് ഏതായാലും സ്ഥിരീകരിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നുണ്ടോ. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. ഏതായാലും അധികം കാലതാമസമില്ലാതെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഈ സ്ഥലത്ത് ഈ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ സംവിധാനങ്ങളൊന്നുമില്ലാതെ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. അവിടെ ബാരിക്കേഡ് താൽക്കാലികമായി 2 ബാരിക്കേഡാണ് ആകെ ഉള്ളത്. ഗ്യാപ്പ് ഒരുപാടാണ്. ഒരു വാഹനത്തിനൊക്കെ അങ്ങോട്ടേക്ക് പോയി ആ കാനയിലേക്ക് വീഴാനുള്ള കൃത്യമായ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. ഇനി ഈ ബാരിക്കേഡിൽ രാഹുൽ പറഞ്ഞ പോലെ ആ നാട്ടുകാരന് തന്നെ ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാതെ അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ കാര്യം പറയുക തന്നെ വേണ്ട. കാരണം നാട്ടുകാർക്ക് കുറച്ചുകൂടി ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപകടമുള്ളവർക്ക് അറിയാവുന്നവർ പോലും അപകടത്തിൽ വീഴുന്നെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരി രാഹുൽ, എന്തായാലും തിരിച്ചു വരാൻ സങ്കടകരമായ കാര്യമാണ്. വളരെ വേഗത്തിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ ചില ചർച്ചകൾ നടക്കുന്നതല്ലാതെ ഒരു പരിഹാരവും നാട്ടുകാർ തന്നെ പറയുകയുമാണ്. ഇത് കുറച്ചുകൂടി ഗൗരവത്തോടെ നമ്മുടെ അധികൃതർ ജനപ്രതിനിധികളൊക്കെ എടുക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പല സ്ഥലവും ഉണ്ട്. അവിടെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അതാത് ഇപ്പോൾ വാർഡ് മെമ്പറാകട്ടെ അങ്ങനെയുള്ളവർക്കൊക്കെ അതിൽ ഉത്തരവാദിത്വമുണ്ട്. ദയവായി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജീവനുകൾ ഇങ്ങനെ പല വഴിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും.